ശ്രീ ഹരീഷ് വാസുദേവൻ, ഇവിടെ ഇപ്പോൾ മുമ്പ് പ്രവചിച്ചതുപോലെ അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുത്തത് മാതിരി ബ്രേക്ക് വാട്ടർ നിർമ്മാണം നടക്കുമ്പോൾ അവിടെ കര ഇല്ല, ഒരു ഭാഗത്ത് കര കുറയുന്ന സാഹചര്യമൊന്നും കുറേ അധികം ആളുകൾ പ്രതിസന്ധിയിലായി. പലർക്കും പള്ളിയുടെ അഭയവും അല്ലെങ്കിൽ ആ ചെറിയ കമ്മ്യൂണിറ്റി ഹാളിലൊക്കെ തിങ്ങി നിറഞ്ഞ് ജീവിക്കേണ്ടി വന്നു. ഭവനരഹിതരായ ആളുകളുണ്ട്. വികസനത്തിന് എപ്പോഴും കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയും ചെയ്യുമല്ലോ. അത് പ്രോപ്പറായിട്ട് പരിഹരിച്ചില്ല എന്നുള്ളതായിരുന്നു മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അവരതിന് സമരം ചെയ്യുന്നു. പക്ഷേ ആ സമരത്തിന് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അതിന് ആ നിലയ്ക്കുള്ള മുന്നോട്ട് പോക്ക് സാധ്യമായില്ല. എന്തായാലും ഈ പദ്ധതി വരുന്നതോടുകൂടി, പദ്ധതി എന്തായാലും യാഥാർത്ഥ്യമായി അതിന്റെ ട്രയൽ റൺ നടക്കുന്നു. പദ്ധതി വരുന്നതോടുകൂടി അത്തരം പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ അടിസ്ഥാനപരമായി ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ് അഭിലാഷ്. അത് കുറേ വർഷങ്ങളായി നിൽക്കുന്നു, ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്. അതായത് കേരളത്തിൽ പുതിയ നിക്ഷേപങ്ങൾ വരാത്തത് കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങൾ കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. കാരണം വിഴിഞ്ഞം കേരളത്തിലെ തൊഴിൽ നിയമങ്ങളോ മറ്റ് സംഗതികളോ നോക്കാതെ ഒരു SEZ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. തീർച്ചയായിട്ടും കേരളത്തിലെ അത്തരം പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഇൻവെസ്റ്റ്മെൻറ്റിനെതിരായിട്ടുള്ള നിയമങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു എന്ന് പറഞ്ഞ തൊഴിൽ ഇഷ്യൂകൾ അടക്കം മാറ്റിവെച്ചുകൊണ്ട് ചെയ്യാവുന്ന SEZ നമുക്കറിയാം. വല്ലാർപാടം വന്നാണല്ലോ. നമ്മൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം വല്ലാർപാടം ഓർത്തിരിക്കുന്നുണ്ട്. 2000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ഒരു മദർ പോർട്ടാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ് വല്ലാർപാടം. എന്താണ് ആ 2000 കോടിയുടെ നിക്ഷേപത്തിന് 15 വർഷങ്ങൾക്കിപ്പുറം അല്ലെങ്കിൽ 20 വർഷങ്ങൾക്കിപ്പുറം നമുക്ക് കിട്ടിയ ഗുണം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ചർച്ച പോലും ചെയ്യാൻ തയ്യാറില്ല. കാരണം ഇൻവെസ്റ്റ് ചെയ്തത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് ആ പൈസ കടലിൽ പോയി അല്ലെങ്കിൽ കായലിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ. നിരന്തരമായ ഡ്രഡ്ജിങ് വഴി സാധ്യമല്ലാത്തതുകൊണ്ട്, അത് വയബിൾ അല്ലാത്തതുകൊണ്ട് കൊച്ചിൻ പോർട്ട് ഏതാണ്ട് മൃതാവസ്ഥയിൽ കിടക്കുകയാണ്. പറഞ്ഞു വന്ന ഇതേ തരത്തിലുള്ള എന്താണോ വിഴിഞ്ഞത്തെപ്പറ്റി ഇപ്പോൾ എഴുതുന്നത് അതുപോലെയുള്ള എഴുത്താണ് വല്ലാർപാടത്തിൻ്റെ ഉദ്ഘാടന കാലത്ത് എഴുതിയത്. മാധ്യമങ്ങളും അതിനെ പിന്തുണച്ചു. ഞാൻ പറയുന്ന അടിസ്ഥാന പ്രശ്നം അവിടെ കിടക്കുകയാണ്. അതായത് നാച്ചുറൽ ഡെത്ത് ഉണ്ട് എന്ന് പറയുകയും നിരന്തരമായി ഡ്രഡ്ജിങ്ങിന് പണം ചെലവഴിക്കേണ്ടി വരികയും ചെയ്യുന്നത് വിരോധാഭാസമാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ വിഷയം അഭിലാഷ് പറഞ്ഞതാണ്. പ്രാദേശികമായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് കരയെടുത്ത് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്, അപ്പുറത്ത് കര വെച്ച് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇത് അവിടുത്തെ നാച്ചുറൽ മണലൊഴുക്കിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതും അതിന് പരിഹാരം നിർദ്ദേശിക്കേണ്ടതുമാണ്. ശാസ്ത്രീയമായ പഠനവും പരിഹാരവും നിർദ്ദേശിക്കേണ്ട എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് സ്റ്റഡീസ് പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ സർക്കാരുകളുടെയോ ഇടപെടൽ കാരണം നടക്കാതെ വരികയും മറിച്ച് തട്ടിക്കൂട്ട് സംരംഭമായി മാറുകയും ക്ലിയറൻസ് കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ വസ്തുത അവിടെ പരിഗണിക്കാതെ വരികയും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ നാച്ചുറൽ അക്രീഷൻ അവിടെ ഉണ്ടാവുകയും ഈ പുതിയ പഠന റിപ്പോർട്ടിൽ പോലും അതിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കണമെന്ന് പറഞ്ഞ 2 സെക്ടറുകൾ ഈ പുതിയ DPR ഇല്ല. EIA റിപ്പോർട്ട് സമർപ്പിച്ചതിലില്ല. അഭിലാഷിന് നോക്കാം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്ക് നോക്കാം, വെബ്സൈറ്റിലുണ്ട്. ഈ മണൽ അവിടെ കൊണ്ടുവയ്ക്കും. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയാണ് ഡ്രഡ്ജിങ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പാരിസ്ഥിതിക ആഘാതങ്ങൾ, സാമൂഹിക ആഘാതങ്ങൾ എന്ന് പഠിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ടേംസ് ഓഫ് റെഫറൻസ് പാലിക്കാതെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരിസ്ഥിതി ആഘാത റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ ഈ സ്റ്റഡി റിപ്പോർട്ട് ഇല്ല. ഇത് എങ്ങനെയാണ് നാളെ വരാൻ പോകുന്നത്, ഇത് എങ്ങനെയാണ് ഇതിനെ ബാധിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞ ആളുകളെ മാത്രമല്ലല്ലോ, കാശ് മുടക്കിയ പദ്ധതിയെ എങ്ങനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് പഠിക്കണ്ടേ? അതുപോലും ചെയ്യാതെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ഇത് പരിശോധിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പരിസ്ഥിതി വിരുദ്ധരോ അല്ല വികസന വിരുദ്ധരാവും. ഇത് വസ്തുത ചൂണ്ടിക്കാണിക്കാൽ വികസന വിരുദ്ധരാവും. അപ്പോൾ എൻ്റെ പോയിന്റ് നാളെ ഇത് ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി പറയാം. ഇത് വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൊളംബോയുമായും ദുബായുമായും ഒക്കെ നമ്മൾ മത്സരിക്കും, എന്നൂർ പോർട്ടുമായിട്ട് ചെന്നൈയുമായിട്ട് നമ്മൾ മത്സരിക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ചർച്ച 12 വർഷം പിന്നിടുമ്പോൾ ഇപ്പോൾ വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമ്പോൾ നമ്മളുടെ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന അദാനി തന്നെയാണ് കൊളംബോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേ അദാനി തന്നെയാണ് എന്നൂരിൽ ചെന്നൈയിൽ പുതിയ പ്രോജക്റ്റ് ഏറ്റെടുത്ത് അവിടെ മദർഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്നത്. അപ്പോൾ ഈ അദാനി തന്നെ അദാനിയുടെ പ്രോജക്റ്റുകളുമായി മത്സരിക്കുമ്പോൾ വിഴിഞ്ഞത്തിനാണോ പ്രാധാന്യം കൊടുക്കുക, അവർ നിക്ഷേപിച്ചിട്ടുള്ള മറ്റേതെങ്കിലും പ്രോജക്റ്റിനാണോ പ്രാധാന്യം കൊടുക്കുക? അദാനിയുടെ ഗതി എന്താ പറയുക, അവരുടെ മെഴ്സിയിൽ കടന്നു പോകേണ്ടി വരുന്ന ഒരു പ്രോജക്റ്റാണ്. അദാനിയെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ തുച്ഛമാണ്. സർക്കാരിൻ്റെയാണ് മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്. അദാനി ഇൻവെസ്റ്റ് ചെയ്തതിലും കൂടുതൽ പൈസ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ കേരള സർക്കാർ ഒരു രാഷ്ട്രീയ കക്ഷിയെ എതിർപ്പുമില്ലാതെ അദാനി ഈ പ്രോജക്റ്റ് വൈകിപ്പിച്ചതിന് പണം ഇങ്ങോട്ട് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് ആർബിട്രേഷൻ തുടങ്ങിയത്. ആ ആർബിട്രേഷനിൽ കേരളം എത്ര കോടി രൂപയാണ് അദാനിയോട് ആവശ്യപ്പെട്ടത്? ആ ആർബിട്രേഷൻ ഏകപക്ഷീയമായി പിൻവലിച്ച് 5 വർഷത്തേക്കുള്ള എക്സ്റ്റൻഷൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ പ്രോജക്റ്റ്. ഞാൻ പറഞ്ഞത് പ്രോജക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും സർക്കാരിന് നഷ്ടമുണ്ടാകരുതെന്നും അദാനിയുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കണമെന്നുള്ള പൊതു നിലപാടിലാണല്ലോ നിൽക്കുന്നത്. അതുപോലും പിൻവലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏകപക്ഷീയമായി അദാനിക്ക് മാത്രം ലാഭമുണ്ടാവുന്ന ഒരു പ്രോജക്റ്റുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. ഇതിൽ എത്ര തൊഴിലവസരം ഉണ്ടാവും എന്നുള്ള വിശദാംശങ്ങളൊന്നും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ അടിസ്ഥാന പ്രശ്നം
അവിടെ നാച്ചുറൽ ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമോ, സംസ്ഥാന സർക്കാർ മുടക്കിയ പണമെങ്കിലും അടുത്ത 30 വർഷം കൊണ്ടെങ്കിലും തിരിച്ചു കിട്ടുമോ എന്ന പ്രശ്നം ബാക്കി കിടക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം വളരെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല.